ഹല്ലേലൂയ. യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. 33 വർഷമാണ് കർത്താവ് ജീവിച്ചത്. 3 വർഷം യേശു പരസ്യ ജീവിതത്തിലൂടെ കടന്നുപോയി. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ മുഴുവൻ കണ്ടൻറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യം, സ്വർഗരാജ്യം, നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നാമ്പുറത്ത് നടന്നതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും എല്ലാം. യേശുവിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മുഴുവൻ നിത്യതയെക്കുറിച്ചായിരുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിലെ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിലെ വിശ്വസിക്കുവിൻ. അവസാനം എന്താണ് കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൻ്റെ വസിച്ചുകൊള്ളുവിൻ. യേശുവിൻ്റെ ചിന്തകൾ മുഴുവനും 33 വർഷങ്ങൾ ജീവിച്ചുവെങ്കിലും സ്വർഗത്തെക്കുറിച്ചും പിതാവിനെക്കുറിച്ചുമാണ്. ഒരു സുവിശേഷത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷയായിരിക്കണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ടത് സുവിശേഷമാണ്. കോവിഡ് കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷകരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് രോഗശാന്തിക്കാരെവിടെ, അത്ഭുത പ്രവർത്തകരെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷത്തെ ഒരുപാട് നിന്ദിച്ചതിൻ്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുമ്പിൽ കർത്താവിൻ്റെ ആത്മാക്കൾ കൊണ്ടുവന്ന് ഇരുത്തിത്തരുന്ന സമയത്ത് അപ്പത്തെക്കുറിച്ചാണ് കൂടുതലും പഠിപ്പിച്ചത്, അപ്പനെക്കുറിച്ചല്ല. ധ്യാനം കൂടിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും, ധ്യാനം കൂടിക്കഴിഞ്ഞാൽ അടയാളങ്ങളുണ്ടാവും, രോഗശാന്തി ഉണ്ടാവും, OAT കിട്ടും, തടസ്സങ്ങൾ മാറും. എന്നാൽ ധ്യാനം കൂടിയാൽ സ്വർഗത്ത് പോകുമെന്ന് പഠിപ്പിക്കാൻ പലരും മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഒടുവിൽ മഹാമാരികളും ദുരിതങ്ങളും തകർച്ചകളും വന്ന സമയത്ത് അപ്പം ഭക്ഷിച്ചവരെല്ലാം ആ വഴിയെ തന്നെ പോവുകയും അപ്പനെ തള്ളിപ്പറയാൻ പോലും ഇടയായി. എന്നാൽ ഓരോ ധ്യാനത്തിലൂടെയും യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ എത്ര വലിയ മഹാമാരി വന്നാലും, എത്ര വലിയ ദുരിതങ്ങൾ വന്നാലും ശിരസ്സുയർത്തി നിന്നുകൊണ്ട് അപ്പനെ മതി, അപ്പം വേണ്ട എന്ന് അങ്ങ് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അപ്പനെ സ്വന്തമാക്കുന്ന ഏതൊരു മകനും അപ്പത്തെ കൊടുക്കുക എന്നുള്ളത് അപ്പൻ്റെ റോളാണെന്ന് ഓരോ വിശ്വാസിക്കും ഉറപ്പിക്കാൻ പറ്റും. അപ്പനെ സ്വന്തമാക്കുന്ന മക്കൾക്ക് മാത്രമേ, നിത്യതയെ ദർശിക്കുന്ന മക്കൾക്ക് മാത്രമേ ഈ ഒരു കാഴ്ചപ്പാടും ഈ ഒരു ഫെയ്ത്തിലേക്കും വരാൻ പറ്റുകയുള്ളൂ. സുവിശേഷത്തിൻ്റെ കണ്ടൻ്റായ 3 അധ്യായങ്ങളാണ് മലയിലെ പ്രസംഗം. മത്തായി 5, 6, 7 അധ്യായങ്ങളാണ്. ഇത് 3ഉം വായിച്ച് ജീവിച്ച് മുമ്പോട്ട് പോയാൽ ഒരു മനുഷ്യനെ സ്വർഗത്തോളം എത്തിച്ചേരാൻ വേറെ ഒന്നും വേണ്ട. അതിൽ യേശു 6-ാം അധ്യായത്തിൽ 25 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാമെന്ന ആകുലതകളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമാണ്. മക്കളെ, എന്ത് ഭക്ഷിക്കുമെന്നോ എന്ത് പാനം ചെയ്യുമെന്നോ ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ആകുലത വേണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചാൽ അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നശ്വരമായ ഭൂമിയിൽ നിന്നുകൊണ്ട് അനശ്വരമായ ലോകത്തെ നോക്കിക്കണ്ട് അപ്പനെ സ്നേഹിച്ച് അപ്പൻ്റെ സന്നദ്ധയിൽ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകൻ, ഒരു ദൈവമകള് ധർമ്മക്കാരെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിക്കത്തില്ല. അങ്ങനെ കൈനീട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ അപ്പനാണ് നാണക്കേട്. കാരണം കർത്താവിൻ്റെ വാഗ്ദാനം ഇവിടെയുണ്ട്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചാൽ മക്കളെ ഞാനിതെല്ലാം തരുമെന്ന്. നമ്മൾ ആരും കടയിൽ പോയി ദോശയോ അപ്പോ ഒക്കെ മേടിച്ചിട്ട് സാമ്പാർ കാശ് കൊടുത്ത് മേടിക്കാറില്ല. സാമ്പാർ അതിൻ്റെ കൂടെ ഫ്രീ ആണ്. യേശുവിനെ സ്വന്തമാക്കുന്ന വ്യക്തിക്ക് യേശു തരുന്ന ഫ്രീ ആണ് മറ്റെല്ലാം. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ കർത്താവ് പൗലോസിലെ പറയുന്നുണ്ട്. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യത്തിൽ പൗലോസിലെ പറയുന്നുണ്ട്,
സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കാൻ പറ്റുമോ? ഇതാ യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം പ്രിയപ്പെട്ടവരെ. യേശു ഈ ഭൂമിയിലേക്ക് വന്ന് യേശു പഠിപ്പിച്ചതും യേശു പഠിപ്പിക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ചതും മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ്, നിത്യജീവനെക്കുറിച്ചാണ്. യേശു അത്രമാത്രം നമുക്ക് വേണ്ടി വില നൽകിയതും നമ്മളെ അങ്ങോട്ട് എത്തിച്ചേർക്കാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ ആദ്യത്തെ ശബ്ദം ബൈബിളിൽ 12-ാമത്തെ വയസ്സിലാണ്. യേശു എന്താണ് പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണോ എന്നാണ് ഈശോ പറഞ്ഞത്. ഇനി സുവിശേഷത്തിൻ്റെ ആമുഖത്തിൽ കർത്താവ് എന്താ പഠിപ്പിച്ചത്? സുവിശേഷത്തിൻ്റെ ആമുഖത്തിൽ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആമുഖത്തിൽ, യഹൂദ ജനത പ്രതീക്ഷിച്ചിരുന്ന സ്വർഗരാജ്യമാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളിലെ മുഖ്യ പ്രമേയം. ഈ സ്വർഗരാജ്യം ആകട്ടെ യഹൂദരുടെ ഇടുങ്ങിയ ചിന്താഗതിക്ക് അതീതമായതും മനുഷ്യവർഗം മുഴുവനും ആശ്ലേഷിക്കുന്ന രക്ഷാകര പദ്ധതി ഉൾക്കൊള്ളുന്നതുമാണ്. സ്വർഗരാജ്യം രക്ഷാകര പദ്ധതി ഉൾക്കൊള്ളുന്നതാണെന്ന് ആമുഖത്തിൽ പറയുമ്പോഴും യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു 40 ദിവസത്തേക്ക് 500-ൽ പരം വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വേണ്ടത്ര തെളിവുകൾ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിച്ചത് അന്ധന് കാഴ്ച കൊടുക്കാനല്ല, മരിച്ചവരെ ഉയർപ്പിക്കാനല്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനല്ല. അപ്പോസ്തല പ്രവർത്തനം 1:3 പറയുകയാണ്, പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഓരോ ശുശ്രൂഷകന്റെയും കടമയാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതെന്നറിയോ? അപ്പോസ്തലന്മാരോട് ആമുഖത്തിൽ ഇങ്ങനെ പറയുകയാണ്, യേശുവിൻ്റെ ശിഷ്യർ ഗുരുവിൻ്റെ ആഗ്രഹാനുസരണം രാജ്യത്തിൻ്റെ സന്ദേശം അറിയിക്കാനായി ഇറങ്ങിത്തിരിച്ചു. തൽഫലമായി യേശുവിൻ്റെ മരണവും ഉദ്ധാനവും വഴി ലഭിക്കാനിരിക്കുന്ന രക്ഷാ അനുഭവമായിരുന്നു അവരുടെ മുഖ്യ പ്രസംഗ വിഷയം. യേശുവിൻ്റെ തുടക്കവും യേശുവിൻ്റെ അവസാനവും യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ള യേശുവിൻ്റെ സ്വപ്നവും ആഗ്രഹവും മുഴുവൻ സ്വർഗരാജ്യം, ദൈവരാജ്യം, നിത്യജീവൻ. നമ്മൾ മാനസാന്തരത്തിൻ്റെ സുവിശേഷവും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കേണ്ടതാണ് അത്ഭുതങ്ങൾ. അത്ഭുതങ്ങളെയല്ല ഉയർത്തി കാണിക്കേണ്ടത്, അടയാളങ്ങളെയല്ല പ്രചരിപ്പിക്കേണ്ടത്, ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഈശോ നമ്മളെ സമൃദ്ധമായി അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.